എല്ലാവർക്കും മല്ലിവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് റിലീസുണ്ട്. ബസൂക്ക, സർക്കീറ്റ്, ഡൊമിനിക്, ഗെറ്റ്സർ ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മസക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസാക്കിയിട്ടുണ്ട്. മലയാളം വെർഷനും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്ര സിനിമയിലെ നായകൻ. 2023 രാമചന്ദ്ര ബോസോണുക്ക് എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിരിക്കുകയാണ്. ജൂലൈ മാസം 15 മുന്നേ രാമചന്ദ്ര റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഉപ്പ് കപ്പുറം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. കീർത്തി സുരേഷാണ് സിനിമയിലെ നായിക. നല്ലൊരു അഭിപ്രായം ലഭിച്ച സിനിമയാണിത്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസാക്കിയിട്ടുണ്ട്. മലയാളം വെർഷനും വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ ഒരുമിച്ച് അഭിനയിച്ചത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. പിന്നീട് ബാന്ദ്രയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലമായിട്ട് ബാന്ദ്രയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 14 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസ് മാരിനെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസാക്കിയിട്ടുണ്ട്. മലയാളം വെർഷൻ വന്നിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഫൂട്ടേജ് സിനിമയിലെ ചില പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഫൂട്ടേജ്. ഇപ്പോൾ ഇതാ കാലങ്ങൾക്ക് ശേഷം ആമസോൺ പ്രൈം ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫൂട്ടേജ് ജൂലൈ മാസം 15 ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് ജാഫ്രിഡിക്കാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ തോമസും സുരാജും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് നരിവേട്ട. പോലീസ് വേഷത്തിലാണ് ടോവിനോ തോമസ് സിനിമയിൽ വന്നത്. നല്ല കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായം സിനിമ നേടിയെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ നരിവേട്ട സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 11 സോണി ലീവിലാണ് നരിവേട്ട സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ചെക്ക്മേറ്റ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ 18 ഹോട്ട്സ്റ്റാറിൽ ചെക്ക്മേറ്റിന്റെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും ഡൊമിനിക്കിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ഡൊമിനിക്കിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇപ്പോഴാണ് OTT വിറ്റുപോയത്. ജൂലൈ 10 മുന്നേ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സർ ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബേബി കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. കാരണം OTT റിലീസ് ചെയ്യുന്നില്ല. മനോരമ മാക്സ് നേരത്തെ തന്നെ OTT അവകാശം വാങ്ങിച്ചതാണ്. പിന്നീട് റിലീസാക്കിയിട്ടില്ല. സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം വരുമെന്നാണ് അവർ പറയുന്നത്. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ്സർ ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ്സർ ബേബി. ഇപ്പോൾ ഇതാ ജൂലൈ മാസം 11 ഗെറ്റ്സർ ബേബി OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ചെറിയ മൂവിയാണ്. ആസിഫ് അലിയാണ് സർക്കീട്ട് സിനിമയിലെ നായകൻ. ഒരു കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ സർക്കീട്ട് സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. നല്ല അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ സർക്കീട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഒരു വീക്കിലാണ് സർക്കീട്ട് സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്ക സിനിമയ്ക്ക് വേണ്ടിയാണ്. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ
കാഴ്ചവെച്ചത്. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ബസൂക്ക സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ബസൂക്ക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ബസൂക്കയുടെ റിലീസ് തീയതി അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത വീക്ക് ബസൂക്ക റിലീസ് ആക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ജൂലൈ മാസം 8 അല്ലെങ്കിൽ 10 ഈ ദിവസത്തിൽ ബസൂക്ക OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.